പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്ന് പ്രത്യക്ഷ ദിവസമാണ്. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം അതീവ വിശ്വാസത്തോടെ നിങ്ങളുടെ ഏറ്റവും മോശം സിറ്റുവേഷനെ മാതാവിനെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ അമ്മയുടെ പ്രത്യക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ ഞാൻ പറയണത് 3-4 ആധാരങ്ങളുണ്ട്. കൃപാസന പ്രാർത്ഥനയ്ക്ക് 3-4 ആധാരങ്ങൾ. അതിൽ ഒരു ആധാരം എന്ന് പറയുന്നത് കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്ന 38 വർഷത്തെ പൗരോഹിത്യം. അതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമാണുള്ളത്. ഞാൻ മിക്കവാറും തന്നെ കർത്താവ് തന്ന ഈ ഉടുപ്പ് അങ്ങനെ മാറ്റാറില്ല. ചില സമയത്ത് സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കാൻ പോയ സമയത്ത് കുറച്ച് വ്യത്യാസം വന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പരമാവധി എപ്പോഴും സർവീസ് ടൈമാണ്. അല്ലാതെ എല്ലാ സമയവും ജനങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും സർവീസ് ടൈമാണ്, ശുശ്രൂഷ സമയമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ സഭാവസ്തുത തന്നെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഒന്നാമത് എനിക്ക് പൗരോഹിത്യത്തോടുള്ള ഇഷ്ടമാണ്. കാര്യം പൗരോഹിത്യം, ഞാൻ 4 വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ്റെ കൂടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഈ കയ്യിൽ കൊച്ചു ചെറുവിരൽ കൊണ്ട് അപ്പനിങ്ങനെ അമ്മ ഭക്ഷണം പാകം ചെയ്യണ ആ സമയത്ത് വീട്ടിൻ്റെ അരികിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ബഹളമുണ്ടാകും. അന്നാണ് ഞാൻ ഇരുട്ടത്ത് കർത്താവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് 4 വയസ്സേ ഉള്ളൂ. കർത്താവാണ് എനിക്ക് മനസ്സിലായത്. അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ ഈ രൂപ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി അപ്പനോട് പറയാം, അപ്പം അതേ ഈശോ എന്ന് പറയും. അപ്പനതേ സാധ്യത്തില്ല. അപ്പോഴേ അന്ന് മുതലാണ് ഈ വളരുമ്പോൾ അതിൻ്റെ ഒപ്പമാണ് ക്രിസ്തു ഈശോയുടെ ബന്ധം വളരുന്നത്. ഒരു വിശ്വാസിയായിരിക്കുന്നത് വെച്ചിട്ട് സൂപ്പർ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇഹത്തിലും പരത്തിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഈ പൗരോഹിത്യത്തിന് 38ാമത്തെ വർഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 39 വർഷമായി ഞാൻ അച്ഛനായിട്ട്. പക്ഷേ എന്തോ എപ്പോഴും മനസ്സിൽ 38 എന്നാണ് വരണത്. അതെന്താ വെച്ചാൽ ആക്റ്റീവ് ശുശ്രൂഷയിലേക്ക് കടന്ന കാലമായിരിക്കാം. എന്താ ഞാൻ അറിയത്തില്ല. 38 എപ്പോഴും മനസ്സിൽ വരണത്. അപ്പോൾ
അതിനുശേഷം പിന്നെ പറയണത് കൃപാസ്ഥാനത്താറെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഭയങ്കരമായ ഒരു വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിലെ മുഴുവനും അത്ഭുതങ്ങൾ എവിടെ നടക്കുന്നത്? പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ദുരന്തമുണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും ദൈവത്തിൻ്റെ സന്ദേശം ആഗോളവ്യാപകമായി കൈമാറുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അമ്മേ ദൈവമേ അത് ലോകവ്യാപകമായ രീതിയിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കൃപാസ്ഥാനത്താറെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ആരാധനാ സമയമായിരുന്നു. ആരാധന സമയത്ത് ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടുന്നത് അൾത്താരെ പ്രത്യക്ഷപ്പെടുന്ന അപൂർവമായ ഒരു പ്രത്യക്ഷീകരണമാണത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രത്യക്ഷീകരണം അനേകം മക്കളിലേക്ക് ഇന്ന് വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ദൈവസ്നേഹമായിട്ടും അടയാളമായിട്ടും ജീവിതത്തിൻ്റെ വിടുതലായിട്ടും പതിനായിരക്കണക്കിന് മനുഷ്യരെ അതിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അത് തുടരുവാനും എൻ്റെ കാലത്തിന് ശേഷവും ദൈവത്തിൻ്റെ ആ പദ്ധതി തുടരുമെന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരുവാനും ദൈവികമായ തിരുമനസ് നിറവേറുവാനും സഭയെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെല്ലാം പ്രത്യക്ഷീകരണത്തെ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം പ്രത്യക്ഷീകരണം വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി എന്ന ജീവിതമാർഗത്തിലേക്ക് ജീവിത രീതികളിലേക്ക് കടന്നുവോ, ആ ജീവിത മാർഗത്തിലൂടെ അവരെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശുദ്ധി, അവരുടെ വിശ്വാസം, അവരുടെ സുവിശേഷ സാക്ഷീകരണം, അവരുടെ സുവിശേഷ കൈമാറ്റം എല്ലാത്തിലൂടെയും കർത്താവെ അങ്ങയുടെ ദൈവികമായ തിരുമനസ് നിറവേറാൻ ഇടയാക്കണമേ. കർത്താവെ, പ്രത്യക്ഷീകരണം അനേകം മക്കളെ മനസ്സിടിഞ്ഞുപോയ, ഹൃദയം നുറുങ്ങിപ്പോയ, ശരീരം തളർന്നുപോയ, കുടുംബം ഇരുട്ടിലായി പോയ, ആഭിചാരം പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചങ്ങലകളെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പൊട്ടിമാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളെ ശക്തി പ്രാപിക്കട്ടെ. അമ്മയിൽ ആവശ്യിച്ച അതേ പരിശുദ്ധാത്മാവും നിങ്ങളിലും നിറഞ്ഞുകൊണ്ട് ചിറകിട്ടടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ആത്മധൈര്യത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേലെ നിങ്ങൾ ഓരോ വ്യക്തികളുടെ മേലും വന്നിറങ്ങുകയും ദൈവം നിങ്ങൾക്ക് എന്നും അനുഗ്രഹമായി മാറുകയും ചെയ്യട്ടെ. മക്കളെ, നമ്മൾ ഇന്ന് അമ്മയുടെ ചിറകുകളെക്കുറിച്ച് ഞാനൊരിക്കലേ 2016 തോന്നുന്നു ഈ ഉടമ്പടി തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ വേറൊരു പള്ളിയിൽ ഇരിക്കുകയായിരുന്നു, സെൻറ്റ് ജോസഫ് ചർച്ച്. അതുപോലെ തന്നെയാണ്. പെട്ടെന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു. പരിശുദ്ധ അമ്മ 2 ചിറകുകളോടുകൂടി പറന്ന് അൾത്താരെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാനപ്പോൾ തന്നെ നമ്മുടെ മീഡിയയിൽ സെക്രട്ടറി ജോമോട് പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ വെളിപാടിൻ്റെ പുസ്തകം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ടൈം ഷോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരു ദുരിതത്തിൽപ്പെടുന്ന സഭ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് സഭയെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ദുരിതത്തിൽപ്പെടുന്ന ഒരു സഭയ്ക്ക് ചിറകുകൾ നൽകുന്നതാണ്, മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി. വെളിപാട് 12:14 സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാലേ, ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയിൽ ഈ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന വിഷയത്തിൽ ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയല്ലേ സഭയുടെ ഔദ്യോഗികമായ ഒരു വ്യാഖ്യാന പുസ്തകമായിട്ട് റെഫറൻസ് ഉള്ളത്. അവിടെ പക്ഷേ സഭയെന്നല്ല, സഭയെന്ന് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. അപ്പം ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയിൽ ഈ ചിറക് ധരിച്ച ആള് പരിശുദ്ധ അമ്മയായിട്ടാണ്. അമ്മയും അതുപോലെ സഭയെക്കുറിച്ചും ജെറൂം ബിബ്ലിക്കൽ കമൻട്രി പറയുന്നുണ്ട്. രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്
ഈ സമയത്തിൻ്റെ ഈ കൃപാസനത്തിൽ സമയഘടികാരം നിലനിർത്തി അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ സമയത്തിൻ്റെ അധികാരി, സഞ്ചാരി മാതാവ് എന്നൊക്കെ. മാതാവ് സഞ്ചാരി മാതാവാണ്, ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെടുന്ന അമ്മയാണ്. സഭയ്ക്ക് വരുന്ന ഓരോ വിഷമങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും. അത് ചിറകുപോലെ തന്നെ ധരിച്ച് പറന്നിറങ്ങണ കാണാം. ഫാത്തിമയിലായാലും ലൂർദിലായാലും എവിടെയായാലും വേളാങ്കണ്ണിയിലായാലും കൃപാസനത്തിലായാലും അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അവിടെ ഭയങ്കരമായ ഒരു ദൈവിക പദ്ധതിയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയാണ് അമ്മ പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അപ്പം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം ആ വിഷയത്തിൽ ഇടപെടും, സമയത്തിന് മുമ്പേ ഇടപെടും. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. അപ്പോൾ ഇത് നമുക്ക് നമ്മളൊരു സർപ്പത്തിൻ്റെ വായിൽ കടം, രോഗം, അപകടം, ആധ്യാത്മിക തകർച്ച, വിശ്വാസ തകർച്ച, ഇതെല്ലാം സർപ്പമാണ്. ഈ സർപ്പം പുരാതന സർപ്പമാണെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. മനുഷ്യനെ അലട്ടുന്ന, അവനെ തകർക്കുന്ന എല്ലാ ശക്തികളെയും സർപ്പമെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. എല്ലാ തിന്മകളുടെയും ഒരു പ്രതീകമായി സർപ്പം. ഒരു തിന്മകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മാതാവിന് അഭയം പ്രാപിക്കണം. മരിയം മാധ്യസ്ഥയിൽ നമുക്ക് ചിറകുകൾ ലഭിക്കപ്പെടും. അങ്ങനെ നമ്മൾ സംരക്ഷിക്കപ്പെടും. ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ്, ചിറകുകൾ ലഭിക്കുക. മരിയൻ ചിറകുകളാണ്. അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് ഓടി അകന്ന് ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് എത്തിച്ചേരുക. അതിനാണ് ഉടമ്പടി. അങ്ങനെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉടമ്പടി നിങ്ങളുടെ ജീവിതകാലം തുടരുക. പ്രൈസ്. നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയുടെ മൊബൈൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ജോലിയാണെങ്കിൽ അത് ചെയ്യാം, ഓൺലൈനിലുള്ളവർ. പക്ഷേ വേറെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ, മറ്റുള്ളവർ ജോലി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് മേശയുടെ അടുത്തുള്ളൊരു കസേരയിൽ ഇരുന്ന് പ്രാർത്ഥനാപൂർവം, കാര്യം ഇത് ആരാധനയായത് കാരണം ശിരസ്സിൽ നമ്മൾ ഷോളൊക്കെ ധരിച്ച് ശിരസ് മൂടി ഭക്തിയോടെയാണ് ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. നമ്മൾ ദൈവത്തിനെക്കുറിച്ചുള്ള അറിവും ഭവ്യതയും ഭക്തിയും എന്തോരം കൂടുന്നു അതനുസരിച്ചാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ശിരസ് മൂടേണ്ട കാര്യമില്ല, അവിടെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ദേവാലയത്തിൽ വരുമ്പോൾ ശിരസ് മൂടണം. എന്താ കാര്യം? അത് ഭക്തിയുടെ ഒരു കോസ്റ്റ്യൂമാണത്. എൻ്റെ ഡ്രസ് കോഡാണത്, ഒരു ഡിവോഷൻ്റെ ഡ്രസ് കോഡാണത്. അപ്പോൾ നമ്മൾ ഐ ആം ഇൻ ഡിവോഷൻ എന്നതിൻ്റെ അർത്ഥം. ഐ ആം ഇൻ ഡിവോഷൻ. ഞാൻ ഇത് ശിരസ് മൂടുന്നതും മൂടാതിരിക്കണമല്ല പ്രശ്നം. ഞാൻ എൻ്റെ ഒരു കോൺഷ്യസാണ്. ഐ ആം ഇൻ ഡിവോഷൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഭക്തിയും അതുപോലെ തന്നെ ദൈവസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു എന്തായാലും, ഇത് സ്നേഹമായാലും സങ്കടമായാലും ആഫ്റ്റർ ഓൾ അതൊരു പ്രകടനമാണ്. പ്രകടനം നല്ല അർത്ഥത്തിലാണ് ഞാൻ പറയണത്. എല്ലാത്തിനും ഒരു പ്രകടനപരതയുണ്ട്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജീൻസൊക്കെ ഇട്ട് ചെയ്തൊക്കെ ഇവിടെ നിൽക്കാം, അല്ല, എൻ്റെ ശുശ്രൂഷ അതല്ല. ഞാനിവിടെ അങ്ങനെ നിൽക്കുന്ന സ്ഥലമല്ല ഇത്. ഇപ്പോൾ ഓരോ സ്ഥലത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇവിടെ ആരാധന നിൽക്കുമ്പോൾ ഞാൻ സ്റ്റോൾ ഉപയോഗിക്കണം. ആരാധന ഇല്ല എന്നുണ്ടെങ്കിൽ പ്രീസ്റ്റഡിൻ്റെ ആ സ്ഥാനവസ്ത്രം ഞാൻ മാറ്റി വെക്കും. ശുശ്രൂഷയുടെ സ്ഥാനവസ്ത്രമാണ് ഉത്തരീയം, അത് ശുശ്രൂഷയുടെ സ്ഥാനവസ്ത്രമാണ്. അപ്പോൾ ഐ ആം ഇൻ സർവീസ്. ഈ സ്ഥാനവസ്ത്രം എന്താ നമ്മളോട് പറയണത്? ഐ ആം ഇൻ സർവീസ് ടു ദി ലോർഡ്. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു ഭാഷയുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങൾ ഓരോരുത്തരെയും ആരാധന അവബോധത്തിലേക്ക് നീ നയിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞു. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ
ധ്യാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മളെ കൊണ്ടുവരുന്നത് ഒരു കോൺഷ്യസിലേക്കാണ്. നമുക്കറിയാം, സ്വർഗം പോലും ഒരു കോൺഷ്യസാണ്, ഒരു അവബോധം. കർത്താവിനെ അറിയണത് ഒരു അവബോധത്തിലാണ്. അത് നമുക്ക് ആനന്ദവും സന്തോഷവും തരും. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു അവബോധം ഉണ്ടാകുന്നത് എപ്പോഴും റെക്കർ ചെയ്യുമ്പോഴാണ്. പറഞ്ഞത് തന്നെ പിന്നെ റെക്കർ ചെയ്യും, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ്? നമ്മൾ ആ കോൺഷ്യസിലേക്ക് വരാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ആ അവബോധത്തിലേക്ക് വന്നാൽ പിന്നെ അത് അഭിഷേകമായിട്ട് മാറും. അതായത് ആവർത്തന, അവബോധം, അഭിഷേകം, സ്റ്റെപ്സാണത്. എനിക്ക് അഭിഷേകം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവബോധം ഇല്ലെന്നാണ്. അവബോധം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവർത്തനം ഇല്ലെന്നാണ്. അപ്പോൾ ആവർത്തനം, അവബോധം, അഭിഷേകം, ഇങ്ങനെയാണ് വരണത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അരികിൽ വരണമേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം പാടിയാൽ എനിക്ക് തോന്നത്തില്ല. പിന്നീട് 3-4 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ എന്താ പ്രാർത്ഥിക്കണത്? കർത്താവിൻ്റെ അരികിൽ വരണമേ. പിന്നെന്താ പ്രാർത്ഥിക്കണത്? സുഖമാക്കണേ. അപ്പോൾ ഐ ആം കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ കോൺഷ്യസിലായി. അപ്പോൾ ഇത് ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ജപമാല പ്രാർത്ഥനയാണ് കോൺഷ്യസിൻ്റെ ഏറ്റവും ടോപ്പ് പ്രെയർ എന്ന് പറയുന്നത്. എന്താ കാര്യം? ജപമാല പ്രാർത്ഥനയിൽ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ നമ്മൾ 10 പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത്. 10 പ്രാവശ്യം. ചില വിവരമില്ലാത്ത വിശ്വാസികൾ പറയും, എന്തിനാണ് ഇതിങ്ങനെ 10 പ്രാവശ്യം ആവർത്തിക്കണത്? നിങ്ങൾ മന്ത്രങ്ങൾ കേട്ടിട്ടില്ലേ? 1001 പ്രാവശ്യം ആവർത്തിക്കണത്. എന്താ കാര്യം? ആവർത്തിക്കും തോറും വി വിൽ ഗെറ്റ് ദ കോൺഷ്യസ് ആൻഡ് അനോയിൻറ്റിങ്. അപ്പോൾ നമുക്കറിയാം നമ്മളെന്താ പ്രാർത്ഥിക്കണത്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ജപമാല നിങ്ങൾ ആവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ചിലർക്ക് അനുഭവമാകാത്തതിൻ്റെ കാരണം നിങ്ങൾ അധരം കൊണ്ട് ആവർത്തിക്കുന്നത് കൊണ്ടാണ്. അധരം ആവർത്തിക്കുന്നതനുസരിച്ച് പതുക്കെ 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 ആശയം ഹൃദയത്തിലേക്ക് വരണം. അക്ഷരമാണ് അധരം, ആശയം ഹൃദയത്തിലേക്കാണ് വരേണ്ടത്. ഇത് ഹൃദയം എന്ന് നമുക്കറിയാമല്ലോ, ഈ ബയോളജിക്കൽ മോട്ടറല്ല, ഇതിൻ്റെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മൊത്തം ആകത്തുക പ്രവർത്തനമായിട്ടാണ് നമ്മൾ വരുന്നത്. മോട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു പമ്പിങ് സെറ്റ് ഉണ്ട് നമുക്ക്, ഹൃദയം എന്നും പറഞ്ഞ്. അതല്ല വിഷയം. ഈ വ്യക്തിയുടെ ആന്തരികത എന്ന് പറയുന്നത് ആന്തരിക മനസ്സാണ്. അത് ഈ അറിവിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചെന്ന് ചേരണ സ്ഥലമാണത്. എല്ലാ അറിവുകളും പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന 5 തരം അറിവല്ലേ. ഇപ്പം നിങ്ങൾ പാടുന്നു, എന്നെ കാണുന്നു, അല്ലേ, നിങ്ങൾ കർത്താവിനെ കേൾക്കുന്നു, ഇങ്ങനെ കുറേ തരം അറിവുകളാണ് ഒരുമിച്ച് വരുന്നത്. ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു അനുഭവതലം വരണത് മനസ്സാണ്. അതെന്ന് പറയുന്നത് ഈ മോട്ടോർ സിസ്റ്റത്തിലല്ല. അപ്പം അതുകൊണ്ട് അത് ആന്തരിക മനുഷ്യനിലേക്ക് വരികയാണ്, ബോധത്തിലേക്ക് വരണത്. ഇത് നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ആവർത്തനം അവബോധമായി, അവബോധം അഭിഷേകമായി മാറും. കാര്യം അറിവാണ് ആവർത്തിക്കപ്പെടുന്നത്. ഒരു അറിവ് നമ്മൾ അക്ഷരങ്ങളിലാക്കി, ശബ്ദങ്ങളിലാക്കി നിങ്ങൾക്ക് പാസ് ചെയ്യും. എന്നിട്ട് ഈ അറിവിനെ പിന്നീട് ആവർത്തനമാക്കും. അറിവ് ആവർത്തിച്ച് കഴിയുമ്പോൾ അതിനുടനെ അവബോധം ഉണ്ടാവും, പിന്നെ ഉടനെ അഭിഷേകം ഉണ്ടാവും. അധരങ്ങളിൽ നിന്നത് ഹൃദയത്തിലേക്ക് വരുന്നത്. പിന്നെ പ്രോസസ് ഓഫ് ഡിവോഷൻ, അത് വിഷയം ഭയങ്കര സീരിയസ് വിഷയമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉപ്പ് ചാക്ക് പണ്ടത്തെ കല്ലരൽ പോലെയൊക്കെ അങ്ങനെ ഇരുന്നിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ പോകും. അങ്ങനെയല്ല. നമ്മളൊരു മനുഷ്യനാണ്, ഒരു ദൈവവേദലാണ്, ഒരു ഡിവോട്ടിയാണ്. അപ്പോൾ മനുഷ്യൻ ദൈവവേദനയിൽ നിന്നാണ് പിന്നെ ഡിവോട്ടിലേക്ക് വരണത്. അത് ആ ഡിവോട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും നീ അനുഭവം അറിഞ്ഞേ ഇവിടുന്ന് പോകാവൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൽ എൻ്റെ ഹൃദയത്തെയും അധരത്തെയും അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൽ എൻ്റെ ഹൃദയത്തെയും അധരത്തെയും സ്പർശിക്കണമേ. എനിക്ക് അറിവ് അവബോധമാകാൻ, അനുഭവമാകാൻ, അഭിഷേകമാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. അരിയിൽ വരേണേ സദയം തുടേണേ സുഖമായി
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ 2 ആഴ്ചയായി കൃപാസനം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളിത് ഓപ്പണായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം പറയാതെ തന്നെ ഒരു ദിവസം ഇപ്പോൾ 167 ഉടമ്പടിയും പുതുക്കലും കൂടി നടക്കുന്നുണ്ട്, ആരോടും പറയാതെ. അപ്പം അത് 50 പേരെയാണ് അകത്ത് കയറ്റണത്. 50 പേര് അകത്ത് കയറ്റി അവരുടെ പുതുക്കലോ അതുപോലെ തന്നെ ഉടമ്പടി എടുക്കലോ കഴിഞ്ഞ് അവരെ പുറത്തേക്ക് വിട്ടതിന് ശേഷം അടുത്ത 50 പേരെ എടുക്കും. അപ്പോൾ അവരെല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ചെയ്തവരാണ് വരുന്നത്. വാക്സിനേറ്റ് ചെയ്തവർ തന്നെയായിരിക്കണം വരേണ്ടത്. അതുകൊണ്ടാണ് കൂടെയുള്ള പല ആൾക്കാരെ നമുക്കകത്ത് കയറ്റാൻ പ്രവേശിക്കാൻ പറ്റാത്ത കാരണം അത് RT-PCR ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ അവർ വാക്സിനേറ്റ് ഒന്ന് മാത്രം വാക്സിനേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അകത്ത് കയറാൻ ഉദ്ദേശിക്കുന്നവർ പക്കയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് പക്കയായിരിക്കാൻ. അപ്പോൾ ഏതായാലും കേരളത്തിൽ ദൈവം അനുഗ്രഹിച്ച് കോവിഡ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 3 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി നമ്മുടെ സംസ്ഥാനം സ്വാഭാവികത കൈവരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃപാസനത്തിൽ ഒത്തിരി അകലെ നിന്ന് അന്യസംസ്ഥാനത്തു നിന്നും മറ്റ് ഇതര ജില്ലകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താമസ സൗകര്യം വേണമെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ കുർബാനയ്ക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 10-40 പേരുണ്ട്. അവരൊക്കെ അടുത്തുള്ള ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് രാവിലെ വരണതാണ്. 40 പേര് കുർബാനയ്ക്കുണ്ട്. 7:30ക്കാണ് കുർബാന. എല്ലാ ദിവസവും രാവിലെ 7:30ക്കാണ് കുർബാന. പക്ഷേ അവർ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ കോൺവെൻറ്റുകളിൽ താമസിക്കാനുള്ള അവസരങ്ങൾ തരും. ഇപ്പോൾ കോൺവെൻറ്റ് താമസിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും ഒറ്റയ്ക്ക് സ്ത്രീകളായിട്ടുള്ളവർക്കൊക്കെ ഓഫീസിൽ വെച്ചാൽ ഫാമിലി ആയിട്ടുള്ളവർക്ക് വേണമെങ്കിലും, ഫാമിലി ആകണമെന്ന് ഞങ്ങൾക്ക് രേഖാമൂലം ബോധ്യപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കോൺവെൻറ്റുകൾ അറേഞ്ച് ചെയ്ത് തരും. 2 കോൺവെൻറ്റുകളും അവരുടെ കുറേ അധികം മുറികളും ഇതിനു വേണ്ടി ഉടമ്പടി പ്രാർത്ഥനയിലിരിക്കുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. സിംഗിൾ റൂം അനുസരിച്ച് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ മുറികളൊക്കെ ഉണ്ട്. നിങ്ങളത് ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. കൺട്രോളായിട്ടുള്ള റേറ്റിൽ അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഓഫീസുമായി ബന്ധപ്പെടണം. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ അങ്ങനെ പതുക്കെ എന്നാൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തന്നെ അച്ഛൻ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ആൾക്കാരെ കാണുന്നുണ്ട്. ആൾക്കാരെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി 1 എടുത്തവരെയും കാണുന്നുണ്ട്. 1 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് 2 എടുത്തവരെയും കാണുന്നുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം, ഇപ്പോൾ ചിലർക്ക് ചില മണ്ടത്തരാൻ പറ്റും. ഉടമ്പടി പണ്ട് പുതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടുവന്നിട്ട് അച്ഛനെ കാണാൻ വരുന്നുണ്ട്. അത് ശരിയാകത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ 1.5 കൊല്ലം ഉടമ്പടി ബ്രേക്കാൻ, 1.5 കൊല്ലം ലോക്ക്ഡൗൺ ആയത് കാരണം ഉടമ്പടി എല്ലാ പ്രകാരത്തിലും ബ്രേക്കാണ്. അപ്പോൾ നിങ്ങൾ പക്ഷേ ഞങ്ങൾ പുതിയ ഉടമ്പടി എടുക്കാൻ പറയത്തില്ല. പഴയ ഉടമ്പടി പത്രം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ 2 പുതുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് 3ാമത്തെ പുതുക്കി നിങ്ങൾക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചീട്ട് വാങ്ങിച്ച് പോകാം. ഇപ്പോൾ 2 പുതുക്കിയിട്ടുണ്ടെങ്കിൽ 1 പുതുക്കിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ 2ാമത്തെ പുതുക്കാം. നിങ്ങൾക്ക് ഉടമ്പടി എടുത്തതാണ് നിങ്ങൾ, പക്ഷേ ഇപ്പോൾ പുതുക്കത്തിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് പുതുക്കുകയും ചെയ്യാം. ഉടമ്പടി എടുത്തതാണ്, ഇതുവരെ പുതുക്കിയിട്ടില്ലെങ്കിൽ ആദ്യം വരുമ്പോൾ തന്നെ പുതുക്കാം. അത് 90 ദിവസമായാൽ ഞങ്ങൾ നോക്കത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചില ആൾക്കാരത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പണ്ട് പുതുക്കി വെച്ചിരിക്കണം അതുപോലെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന മുടങ്ങിയിട്ട് മാസങ്ങളായി, അവിടെ പ്രേക്ഷിത പ്രവർത്തനം മുടങ്ങിയിട്ട് മാസങ്ങളായി, കാരുണ്യ പ്രവർത്തനം മുടങ്ങിയിട്ട് മാസങ്ങളായി. അപ്പോൾ പിന്നെ അത് ബ്രേക്കാണത്. അപ്പോൾ എല്ലാ ഉടമ്പടികളും ലോക്ക്ഡൗണിന് മുമ്പെടുത്ത ഉടമ്പടികൾ ബ്രേക്കായ അവസ്ഥയിലാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്ത് തരും. അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉടമ്പടി 4 പുതുക്കുകയാണെന്ന് വിചാരിച്ചു, 5ാമത്തെ പുതുക്കലത്തിന് കൗൺസിലിംഗ് നിങ്ങൾക്ക് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റും. ഇപ്പോൾ ഡെഡ് ആകണില്ല, ഒരു ഉടമ്പടിയും ഡെഡ് ആകത്തില്ല. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഉടമ്പടി ഒന്നും ഡെഡ് ആകത്തില്ല, ബ്രേക്ക് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഉള്ള ഉടമ്പടി വെച്ച് നിങ്ങൾക്ക് പുതുക്കിയിട്ട് പുതിയതുപോലെ കർത്തൃസന്നിധിയിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി ഉടമ്പടി 3-4 പുതുക്കിയവർക്ക്
ഓറഞ്ച് ചീട്ടാണ് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ച് 5 മിനിറ്റോളം അച്ഛൻ അവരോട് സംസാരിക്കും, അവർക്കും സംസാരിക്കാം. ബാക്കി മെസ്സേജ് എടുക്കേണ്ടവർക്ക് മെസ്സേജ് എടുത്തു പോകും. അൾത്താറയിലാണ് ശുശ്രൂഷ എല്ലാം നടക്കുന്നത്. അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിലാണ് ഈ ആൾക്കാരെല്ലാം അച്ഛൻ കാണുന്നത്. അവരുടെ ഉടമ്പടി എടുക്കാത്തവർക്കും അവർ ഉടമ്പടി കൂടെ വരുന്ന ആൾക്കാർക്കെല്ലാം കയ്യൊപ്പ് പ്രാർത്ഥനയുണ്ട്. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ നിത്യാരാധനയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവിധ ചൈതന്യത്തോടും കൂടി നമ്മുടെ ഉടമ്പടിയുടെ വലിയ ദൈവ ശുശ്രൂഷ കൃപാസനത്തിൽ സമാരംഭിച്ചിരിക്കുകയാണെന്നുള്ളത് സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. അതേസമയം തന്നെ ഇത്തിരി നേരത്തെ വരുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. കാര്യം 9 മണിയാകുമ്പോൾ ക്ലാസ് തുടങ്ങും. ഇവിടെ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് തുടങ്ങും 3ാമത്തെ നിലയിൽ. അതേസമയം 9 മണിക്ക് 4 കൗണ്ടറിൽ കൗൺസിലിംഗ് തുടങ്ങും പുതുക്കാനുള്ളവരുടെ. അപ്പോൾ അതിൻ്റെ ശുശ്രൂഷ തുടങ്ങും. അപ്പോൾ പിന്നെ ഒരു 10 മണിയാകുമ്പോൾ അച്ഛനെ കാണാനുള്ള കൂപ്പൺ കൊടുത്ത് തുടങ്ങും. കാരണം കൗൺസിലിംഗ് മറ്റ് ശുശ്രൂഷയ്ക്കുള്ള കൗൺസിലിംഗിലെല്ലാം കൂപ്പൺ കൊടുത്ത് തുടങ്ങും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കാര്യം ഇതൊരു അറിയിപ്പായിട്ട് ഞാൻ ആദ്യമേ പറയാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്ത് ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലരും വിളിച്ച് ചോദിക്കുകയാണ്. കാര്യം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വിളിച്ച് ചോദിച്ചൊരു കാര്യമില്ല. 10 ഫോൺ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സ്റ്റാഫ് എല്ലാം കൗണ്ടറിലോട്ട് പോയി. 10 ഫോൺ ഞങ്ങൾ ലോക്ക്ഡൗൺ പോലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയുള്ള. പക്ഷേ ഇപ്പോഴെല്ലാം ദിവസം ആ സ്റ്റാഫുകളെല്ലാമാണ് ഇപ്പോൾ ഉടമ്പടി കൗണ്ടറിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഓഫീസ് കൊണ്ട് 2 ഫോണാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അത് രാത്രിത്തെ ഫോൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഴയ ഫോണിലിട്ട് ഇനി കുത്തി വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം കൃപാസനം ഓൾറെഡി തുടങ്ങിയത് കാരണം ഇപ്പോൾ അങ്ങനെ തുടങ്ങാവുന്ന കാലത്താണ്, അടച്ചിരുന്ന കാലത്താണ് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫോൺ വെച്ചിരുന്നത്. ഇപ്പോഴതില്ല, 2 ഫോൺ മാത്രമേ ഉള്ളൂ രാവിലെ പകൽ. അതുകൊണ്ട് അതിൻ്റെ ആ 2 ഫോൺ ഏതാണെന്നുള്ളത് ഞാൻ അവസാനം നിങ്ങൾക്ക് നമ്പർ തരുന്നതായിരിക്കും. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ എല്ലാ വിഷയങ്ങളും അറിയാൻ പറ്റും. അത് അവസാനം തരും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഉടമ്പടിയുടെ സ്പേസ് എന്താണ്? ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് മരീൻ കവനൻറ്റ്? ഇടം ഏതാണ് ഉടമ്പടിയുടെ ഇടം? ഇപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഇടമെന്ന് പറയുന്നത് സ്പേസ്. ഇപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ സ്പേസ് എന്നുവെച്ചാൽ അവൻ്റെ ഇടം, അവൻ വർക്ക് ചെയ്യുന്ന ഇടം, അല്ലെങ്കിൽ അതിനെ പ്രസക്തമാക്കുന്ന കാര്യം, ഉടമ്പടിയെ പ്രസക്തമാക്കുന്ന കാര്യം എന്താണ്? വൈ ദർ ഇസ് കവനൻറ്റ്? എന്തുകൊണ്ട് ഉടമ്പടി ഉണ്ടാകുന്നു? ഉടമ്പടി എങ്ങനെ പ്രസക്തമാകുന്നു? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മളുടെ ആവശ്യം തന്നെയാണ് ഒരു കാരണം. നമ്മുടെ ആവശ്യം ഇപ്പം എന്തെല്ലാം തരം ആവശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ ഞായറാഴ്ച പറഞ്ഞു. സാക്ഷ്യമല്ല, ആവശ്യം ഞാൻ പറഞ്ഞു. എന്താ അമ്മച്ചിയുടെ ആവശ്യം എന്ന് പറയുന്നത്? അമ്മച്ചിക്ക് 2.5 കോടി രൂപയുടെ കടവാണ്.
അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര പ്രായമുള്ളവർ. അതാണ് ഞാൻ ശ്രദ്ധിച്ചു. ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ കാര്യം 2.5 കോടി രൂപയുടെ കട അവർക്കുണ്ട്. അവരെക്കാൾ ഇപ്പം കെട്ടി തൂങ്ങുന്നു പറഞ്ഞുകൊണ്ട് ഇവരുടെ 5 ലക്ഷം രൂപയുടെ കടക്കാരും ഉണ്ട്. അത് വേറെ വിഷയം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മനുഷ്യൻ്റെ ആവശ്യവും ആ ആവശ്യം നേടുന്നതിന് എന്ത് വേണം? ഒരു ടൈം വേണം. എല്ലാ ആവശ്യങ്ങളും ഒരു ടൈമിലാണ് നടക്കുന്നത്. ഈ ടൈം ചില സമയത്ത് പ്രതികൂലമായിരിക്കും. ഈ പ്രതികൂലമായ സമയത്തെ എങ്ങനെ അനുകൂലമാക്കി എടുക്കാൻ പറ്റും? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനുഷ്യന് ആവശ്യം ഉണ്ടാവും. ആവശ്യത്തിനെന്ന് പറയുന്നത് കണ്ണും കൈയും ഇല്ലയെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. മനുഷ്യന് ആവശ്യം ഉണ്ടാകും. അടിസ്ഥാന ആവശ്യങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വിശപ്പ് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളില്ലേ, വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, ഇതുപോലെയൊക്കെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത് 30 കൊല്ലമായിട്ട് അവർക്ക് വീടില്ല. 30 കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഉടമ്പടി എടുത്ത് ഒരു മാസമായപ്പോൾ തന്നെ വീടിൻ്റെ രീതികളെല്ലാം മാതാവ് ക്രമീകരിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ അവർക്ക് വീടുണ്ട്. അതാണ് ഒരു സാക്ഷ്യത്തിലുള്ളത്. അപ്പോൾ ഞാൻ നോക്കണേ, ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ അവർ വീടില്ലാണ്ട് മരിച്ചു പോയേനാ. കാര്യം 30 കൊല്ലമായില്ലേ. 30 കൊല്ലം എന്ന് പറയുന്നത് ചിന്തിച്ച് വയ്ക്കും. 3 കൊല്ലമല്ലേ, 30 കൊല്ലം. അപ്പോൾ ഈ 30 കൊല്ലമായിട്ട് വീടില്ലാത്ത സഹോദരി, നമുക്കറിയാമല്ലോ, ഒരു കാരണവശാലും ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ മറ്റു തരത്തിലൊക്കെ ഒരു മാർഗ്ഗമില്ലാത്തത് കൊണ്ടല്ലേ 30 കൊല്ലം നീണ്ടു പോണത് വീട് കിട്ടാൻ. വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മനുഷ്യന്, അല്ലേ? പ്രത്യേകിച്ച് മലയാളിക്ക് എവിടെ ചെന്നാലും അവൻ ചന്തയിൽ പോയാലും 4 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ അവിടെ ഒരു വാർത്ത കെട്ടിടം വെച്ചിട്ടേ പോരത്തുള്ളൂ അവൻ. കാര്യം അവൻ്റെ ഒരു സ്റ്റൈലാണ്, മലയാള സ്റ്റൈല്. ചന്ദ്രത്തിൽ പോയി റോക്കറ്റിൽ പോവുകയാണ്, ഇങ്ങോട്ട് പോരേണ്ടതാണ്, എന്നാലും ഒരു വാർത്ത കെട്ടം ഇരിക്കട്ടെ പറഞ്ഞ് അവിടെ വെക്കുക. അവന് ബിഹേറിയ കെട്ടത്തിൽ താമസിക്കുക. മലയാളി അപ്പം തന്നെ കഴിഞ്ഞാലും പറക്കും അവൻ്റെ. ചില വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് വെള്ളം അടിച്ചില്ലെങ്കിൽ വിറക്കത്തില്ല. അതുപോലെ ചില ആൾക്കാർക്ക് വീട് വെച്ചില്ല അപ്പോൾ വിറക്കും. ഇതങ്ങനെയല്ല. 30 കൊല്ലമായിട്ട് ചേച്ചിക്ക് വീടില്ല. എൻ്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞാനത് മനസ്സിലാക്കിയപ്പോൾ വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ഒരാളില്ലേ 5:17 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ആരാണ്? തറവാട് രോഗി. 38 വർഷമായിട്ട് ആരുമില്ല. ഇപ്പം കാലങ്ങൾ അനാഥമായി നീണ്ടുപോണത് എന്താണ്? ദർ ഈസ് നോ സപ്പോർട്ട്. കാലങ്ങൾ അനാഥമായി നമ്മൾ സന്ധിക്കപ്പെടാതെ, ഒരു വ്യക്തി സന്ധിക്കപ്പെടാതെ ഇങ്ങനെ അനാഥമായ കാലത്തിലൂടെ കടന്നു പോകുന്നു. നോബഡി. അതാണ് അയാൾ പറയണത്. വൈ 38 years എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും നോബഡി ടു ഹെൽപ്പ് മീ എന്ന് പറയും. കാലം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം എന്തുകൊണ്ടാണ്? ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട്. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം നീണ്ടുപോകാൻ കാരണം സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നാൽ ദൈവം ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. കാനായിലെ കല്യാണ വീട്ടുകാരനെ കർത്താവുമായിട്ട് അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല. യേശു ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ക്ഷണിതാക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോഴതൊരു ഒഫീഷ്യൽ ഗസ്റ്റിൻ്റെ രീതിയിലാണ് അവരവിടെ വ്യാപരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകാം, പക്ഷെ എല്ലാവർക്കും ഒഫീഷ്യൽ നേച്ചറായിരിക്കും.
ഇപ്പം നിങ്ങളുടെ പെങ്ങളുടെ മക്കൾ ആണെന്ന് നിങ്ങളെ സഹായിക്കാനുള്ളതാണ്. പക്ഷെ അവർ നിങ്ങൾ തമ്മിൽ റിലേഷൻ എന്താണ്? ഒഫീഷ്യൽ റിലേഷനാണ്. രക്തബന്ധമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഒഫീഷ്യൽ. പലരുടെയും പ്രശ്നം അതാണല്ല. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പാടില്ലേ? അവർ നിങ്ങളുടെ അമ്മയുടെ ആങ്ങളുടെ മക്കളല്ലേ? ആണച്ച, പക്ഷേ അവർ ഇങ്ങനെ കാണിക്കും. എന്ന് വെച്ചാൽ എന്താ, ഞങ്ങളും അവർ തമ്മിൽ അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു റിലേഷനല്ല, ഒരു ഇൻട്രാക്റ്റീവ് പേഴ്സണൽ റിലേഷൻ അല്ല, ഒഫീഷ്യൽ റിലേഷനാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഉണ്ടാകാം, പക്ഷേ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലായിരിക്കാം. ഇങ്ങനെ ഒരു സ്വാഭാവികമായ സാധ്യത വന്നാൽ ദൈവം നോട് നീ അടുക്കുമ്പോൾ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ സ്ഥാപിക്കും. അവിടെ എന്താണ്? ദൈവം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കും. ആ സബ്സ്റ്റിറ്റ്യൂട്ടാണ് അമ്മ. കാനായിലെ കല്യാണ വീട്ടുകാരന് യേശുവിനോടുള്ളത് ഒഫീഷ്യൽ റിലേഷനാണ്, നോട്ട് ദാറ്റ് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ. അപ്പോൾ ഒഫീഷ്യൽ റിലേഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ ദൈവത്തോടും ചിലപ്പോൾ നിനക്കും അങ്ങനെ ഇരിക്കും. ചില ആൾക്കാർ പറയരുത്, ചിലർക്ക് ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷനാണ്. എന്താണ്? ചിലർ പറയും, എന്തിനാണ് ധ്യാനകേന്ദ്രത്തിൽ പോണത്? ഞായറാഴ്ച കുർബാനക്ക് പോയാൽ പോരെ, കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഒഫീഷ്യൽ റിലേഷൻ. ചില സമയത്ത് അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണ്? നീ ആ ക്രിയ പോക്ക് ആണ്ടിലൊരിക്കലെങ്കിലും വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന സ്വീകരിക്കണമെന്നുള്ള സഭയുടെ സാങ്കേതിക നൈയാമികമായ നിയമത്തിൻ്റെ അടിപ്പെട്ടിൽ നീ ഓഫീസ് ലെവലിൽ അത് ചെയ്തു പോവുകയാണ്. അങ്ങനെ ഓഫീസ് റിലേഷനുള്ള ഒത്തിരി പേരുണ്ട്. ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷൻസ് ഉള്ളി. ഒഫീഷ്യൽ റിലേഷൻ്റെ പ്രശ്നം എന്താണ്? ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ സർക്കിളിലേക്ക് ഈ ഓഫീസ് റിലേഷൻ കടന്നു വരത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു, യേശു അവിടെ ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അതാണ് സംഭവം. അപ്പോൾ റിലേഷൻസൊക്കെ സെയിമാണ്, ബ്ലഡ് റിലേഷനാണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ ബുദ്ധിമുട്ടുള്ള കേസാണ്. അമ്മയ്ക്കാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. ആ വചനമെല്ലാം കൃത്യമായിട്ടാണ് പോണത്. യോഹന്നാൻ 2, 3, 4, 5 വെച്ചാൽ ഒന്ന് തുടങ്ങണം എങ്ങനെയാണ്? കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ റിലേഷൻ എന്താണ് അവിടെ? റിലേറ്റീവായിട്ട് ആ വിഷയം അവതരിപ്പിക്കുന്നത് യേശുവിനല്ല അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. യോഹന്നാൻ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് അമ്മയോടാണ് ബന്ധമെന്ന്, ആ വീട്ടുകാർക്ക്, യേശുവിനോടല്ലെന്ന്. എന്നുവെച്ചാൽ കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? യോഹന്നാൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താണ്? പറയേണ്ടത് എന്തായിരുന്നു? കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ ശരിയാണ്. ആ വീട്ടുകാർക്ക് യേശുവിനോടും അമ്മയോടും തുല്യമായിട്ടുള്ള ഡിഗ്രി ഓഫ് റിലേഷൻസ് കറക്റ്റാണ്. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻസ് വ്യത്യാസമുണ്ട്. അവിടെ പ്രശ്നം വരുന്നത്. നിനക്ക് ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ്. പക്ഷേ വീഞ്ഞു തീർന്നു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ നമ്മളെ സഹായിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കത്തില്ല. അത് ദൈവത്തിനറിയാം. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമില്ല. ഈ ഒഫീഷ്യൽ റിലേഷൻ ഞായറാഴ്ച ക്രിസ്ത്യാനി കുടുംബ പ്രാർത്ഥനക്കാരനായിട്ട് പോകാം. ഒന്നും ജീവിതത്തിൽ സംഭവിച്ചില്ലേ, ഒരു കുഴപ്പമില്ല. ഈ ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വീഞ്ഞു തീർന്നു പോയാൽ ഒഫീഷ്യൽ റിലേഷൻ കൊണ്ട് താങ്ങത്തില്ല. അതാണ് പ്രശ്നം വരണത്. അത് നമ്മളെക്കാൾ നല്ലോണം അറിയണ ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവം എന്ത് ചെയ്ത്? അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ, ദൈവൻ്റെ റിലേഷൻ്റെ ആളാണ്. റിലിജൻ്റെ പേര് തന്നെ റിലേഷൻ എന്നാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷന് വേണ്ടി ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്? യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അതാണ് വിഷയം. വൈ മേരി? വാട്ട് ഈസ് ദ സ്പേസ് ഓഫ് മേരി? മേരിയുടെ ഇടം എന്താണ്? നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തിനും ഇടയിലും മേരിയുടെ അമ്മയുടെ ഇടം എന്താണ്? ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ്റെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അമ്മ അവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അപ്പോയിൻമെൻറ്റാണ്. കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ അപ്പോയിൻമെൻറ്റ് എന്താണ്? യേശുവുമായിട്ടുള്ള റിലേഷൻസ് ഒഫീഷ്യലാണ്. കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സണൽ റിലേഷന് വേണ്ടി ദൈവം ഒരാളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്?
നിൻ്റെ ജീവിതത്തിൻ്റെ അന്നെന്നുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു എന്തിനുള്ളതാണ്? കഞ്ഞി, കപ്പ, ജോലി, വീട്, വിവാഹം, കാനഡയിൽ പോക്ക്, IELTS അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. വ്യക്തമല്ലേ? എന്തിനാണ്? നിത്യജീവൻ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശു ആശ്രയിക്കാൻ ഒരു ദൈവസ്നേഹത്തിന്റെ വലിയ അടയാളമായ പരിശുദ്ധ അമ്മയ്ക്ക് അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള